നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, വേദയുടെയും വിക്രത്തിൻ്റെയും വിശേഷങ്ങളൊക്കെ ഇന്നലെ 5 ഭാഗം ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വേദയുടെയും വിക്രത്തിൻ്റെയും വിശേഷങ്ങൾ ഇല്ലാന്ന് തോന്നുന്നത്. കാരണം ചിലപ്പോൾ ഇടവിട്ട ദിവസങ്ങളിലായിരിക്കും വേദയുടെയും വിക്രത്തിൻ്റെയും വിശേഷങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ വന്ന ഉടനെ ഞാൻ ചാനലിൽ ആ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ ഒടുവിൽ കാണുന്ന സ്റ്റാലിയെ ബാലേന്ദ്രൻ വിളിക്കുകയാണ്. ബാലേന്ദ്രൻ്റെ കോള് കണ്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലി പെട്ടെന്ന് തന്നെ കോൾ എടുത്തു. പറയൂ ബാലേന്ദ്ര, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിച്ചു. ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ താങ്കളോടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച. എന്താ ബാലേന്ദ്ര? അതെ, നാളെ താങ്കൾ ഫ്രീ ആണോന്ന് ചോദിച്ചു. എന്താ? അല്ല, ഉച്ച കഴിഞ്ഞിട്ട് അലീനയും കൂട്ടി കുളത്തൂപ്പഴയ്ക്ക് വരാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതിനെന്താ, എപ്പോൾ വേണേലും വരാം. നാളെ ഞാൻ വീട്ടിലുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എങ്കിൽ ശരി, നാളെ അവളെ കൊണ്ടുവിടാന്ന് കരുതിയിരിക്കുന്ന. അല്ല, ബാലേന്ദ്രൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോന്നോളാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സ്റ്റാൻലി ഇവിടേക്ക് വരണ്ട. സ്റ്റാൻലി എൻ്റെ മക്കൾ കാണുമൊന്നും വേണ്ട. ഞാൻ അവളെ കൊണ്ടുവന്ന് വിട്ടോളാം. പിന്നൊരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ, അവളെ ഞാൻ സ്റ്റാൻലിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എൻ്റെ മകളെപ്പോലെ ഞാനിവിടെ നോക്കിയിരുന്ന. അവൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ ഞാൻ തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവളെൻ്റെ മകളല്ലേ ബാലേന്ദ്ര. അപ്പം പിന്നെ അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ കുടുംബത്തിലുണ്ടാകുമോ? അതല്ല, ഈ പറയുന്ന സ്റ്റാൻലിക്ക് കുടുംബവും കുട്ടികളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവരോട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അതാ പറഞ്ഞത്, അവരറിഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ അവളെ അവിടെ ഇട്ട് കണ്ണീര് കുടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാൻലി കോള് കട്ട് ചെയ്യുന്നത്. ഇതേ സമയത്ത് അലീനയും മനുശങ്കറും കൂടെ കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണ്. മനുശങ്കർ കാറിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നുണ്ട്. അലീന ചോദിച്ചു, ഇറങ്ങുന്നില്ല മനുവേട്ടാന്ന് ചോദിച്ചു. ഇറങ്ങണോ ഞാൻ? അല്ല, അപ്പം ഇറങ്ങണ്ടേന്ന് ചോദിച്ചു. എന്തിനാ ഇറങ്ങണേ? അവിടെ വന്നു കഴിയുമ്പോഴത്തേനും ചായ എടുത്തോണ്ട് വരും. അത് കുടിച്ചിട്ട് അവരുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചിട്ട് ഞാൻ തിരിച്ചു പോകണം. അതിനല്ലേ നീ എന്നെ വിളിക്കണമെന്ന് ചോദിച്ചു. അപ്പം പറയാതെ കാര്യങ്ങളൊക്കെ അറിയാമല്ലേന്ന് ചോദിച്ചു. പറയാതെ അറിയണമല്ലോ. അപ്പോഴേക്കും അലീന പറഞ്ഞു, വാ മനുവേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു. ശരി, എങ്കിൽ ഞാൻ ഇറങ്ങിയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ മനുശങ്കർ ഇറങ്ങിക്കഴിഞ്ഞപ്പം അലീന പറഞ്ഞു, എന്താ മനുവേട്ട ഇങ്ങനെ നോക്കണേന്ന് ചോദിച്ചു. ഇങ്ങോട്ട് വരാനും പറഞ്ഞാൽ കയ്യിലേക്ക് പിടിച്ചു മനു. എന്നിട്ട് പറഞ്ഞു, ദേ ഇങ്ങനെ നമ്മൾ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് കയറി വരും. അങ്ങനെ ഒരു ദിവസം എൻ്റെ മനസ്സിലുണ്ട്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് സങ്കല്പിക്കാറുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന മനുവിനെ ഒന്ന് നോക്കി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി വരുന്നുണ്ടപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, ആഹാ, ഇത് കൊള്ളാലോ. ശരണ്യെ കാണാൻ പോയ ആളാ. ഇതെവിടുന്ന് കിട്ടി? കൂടെ ഒരാളെയും കൂടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു, വരുന്ന വഴിക്കേ ആ വഴിയിലെ വീണ് കിടന്നേ ഞാൻ ഈ മാമ്പഴമൊക്കെ ഞെട്ടിട്ട് കിടക്കുമല്ലേ എന്ന് പറഞ്ഞോലെ ആ പാലീനെ എന്നെ അതങ്ങ് പെറുക്കി എടുത്തോണ്ട് പോന്നെന്ന് പറഞ്ഞു. പിന്നെ വല്ലാത്തൊരു ചളി പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. ആ സമയത്ത് ബബിതയും കൂടെ അങ്ങോട്ട് വന്നു. ആഹാ, മനുവേട്ടനും വന്നോ? മനുവേട്ടൻ അലീന ചേച്ചി കൊണ്ടുവിടാൻ വന്നാണോന്ന് ചോദിച്ചു. ആ സമയം മനുശങ്കർ പറഞ്ഞു, അലീന കൊല്ലപ്പള്ളി വന്നിട്ടുണ്ടായിരുന്നു. അതെന്തിനാ കൊല്ലപ്പള്ളി വന്നത്? അപ്പോഴേക്കും അലീന പറഞ്ഞു, യാത്ര പറയാൻ വേണ്ടിയാന്ന് പറഞ്ഞു. എല്ലാവരുടെയും യാത്ര പറയണ്ടേ, അപ്പം യാത്ര പറയാൻ വേണ്ടി വന്ന. അല്ല, അപ്പൊ അമ്മയെ കണ്ടില്ലേ? അലീന ചേച്ചിന്ന് കൃഷ്ണമോള് ചോദിച്ചു. കണ്ട് യാത്ര പറഞ്ഞു. അമ്മ എന്തു പറഞ്ഞു? മനുശങ്കർ പറഞ്ഞു, പ്രത്യേകിച്ച് എന്ത് പറയാനായിട്ട്, ആൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ, പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോളുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ആ സമയം അലീന പറഞ്ഞതേ, നിങ്ങൾ സംസാരിക്കുക, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അലീന ചേച്ചി പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അലീന ചേച്ചി ഇവിടെ നിന്നാൽ മതിയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അലീന ഇവിടെ നിൽക്കത്തില്ലോ എന്ന് പറഞ്ഞു. ആ സമയത്താണ് ബാലേന്ദ്രൻ്റെ വരവ്. ബാലേന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, ആഹാ, ഇതെപ്പോൾ വന്നു? അത് പിന്നെ അങ്ങളെ കൊല്ലപ്പള്ളിയിൽ അനിയല വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കൊണ്ടേ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടേക്ക് വന്ന. അവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കില്ലേ? എല്ലാവർക്കും ഒന്നുമില്ല, ചിലർക്കൊക്കെ സന്തോഷം. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അല്ലച്ചാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം അലീന ചേച്ചി പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? മോളെ, അത് ഞാൻ തീരുമാനിച്ച കാര്യമല്ലല്ലോ. അല്ലച്ചാ, അങ്ങനെയാണെങ്കിൽ അലീന ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് വരത്തില്ലേ? ഒരു കാര്യം ചെയ്യണം, അലീന ചേച്ചി പോയ ഉടനെ അമ്മ ഇങ്ങോട്ടേക്ക് വരുമല്ലോ. അമ്മ വന്നു കഴിയുമ്പം അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അലീന ചേച്ചിയെ പോയി കൂട്ടിക്കൊണ്ട് വരണം അച്ഛന്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, നടന്നത് തന്നെ എന്ന് പറഞ്ഞു. അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞേ? അച്ഛൻ പറഞ്ഞ അമ്മ അനുസരിക്കില്ലേന്ന് ചോദിച്ചു. അനുസരിക്കുമല്ലോ നമുക്കറിയാം. എന്താണെങ്കിലും ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനു പറഞ്ഞു, അങ്കിളെ,
അങ്കിളുടെ മനസ്സിൽ എന്താ ഏതാന്നൊക്കെ എനിക്കറിയാം. തൽക്കാലത്തേക്ക് അങ്കിള് വേറെ എന്തിനെക്കുറിച്ച് ചിന്തിക്കണ്ടെന്ന് പറഞ്ഞു. നോക്കട്ടെ, ഇത്രയും നാളും അലീനയല്ല ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പം അവൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണം ഞാൻ അങ്ങനെ ഏറ്റെടുക്കുക. തൽക്കാലത്തേക്ക് വേറെ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ വൈജയാണ് ഉദ്ദേശിച്ചത്. ഞാൻ തന്നെ ഭരിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അല്ലച്ചാ, അലീന ചേച്ചി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഇവിടേക്ക് വന്നാൽ വീണ്ടും പ്രശ്നമാവോ? എന്ത് പ്രശ്നം? കണ്ടോ, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന വന്നിട്ട് ചോദിച്ചു, എന്താ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന? ഒന്നുമില്ല, ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു പറഞ്ഞു. അങ്ങനെ ചായയൊക്കെ എല്ലാവർക്കും കൊടുത്തു. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ, നിന്റെ ജാതകം മാറി മറിയാൻ പോകുക. എൻ്റെ ജാതകമോ? എന്തൊക്കെയാച്ചാ പറയണേന്ന് ചോദിച്ചു. അതെ മോളെ, നിന്റെ ജാതകം മാറി മറിയാന്ന് പറഞ്ഞാൽ ഇനി നീ കാണാത്തൊരു ലോകമായിരിക്കും കാണാൻ പോകുന്നത്. അതേത് ലോകം വെച്ചാ? അല്ല, നീ കേട്ടിട്ടില്ലേ ആലീസിന്റെ അത്ഭുത ലോകം എന്ന് പറഞ്ഞ പോലെ അലീനയുടെ അത്ഭുത ലോകത്തേക്കായിരുന്നു നീ പോകാൻ പോകുന്നത്. അതെന്താ വെച്ചാൽ അങ്ങനെ, നീ ചെല്ലുന്ന വീട് അങ്ങനെ ഒരു വീടായിരിക്കും. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, എന്തൊക്കെയോ ദുരൂഹതകളുണ്ടല്ലോ, എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അച്ഛൻ ഒളിപ്പിക്കുന്നുണ്ടല്ലോ, കണ്ടുപിടിക്കണം. ബാലേന്ദ്രൻ പറഞ്ഞു, കൂടുതൽ കണ്ടുപിടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും എല്ലാവർക്കും നല്ലതെന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഇപ്പം കൊല്ലപ്പള്ളി വീട്ടിലെ വെടിക്കെട്ടും പൂരം ആയിരിക്കും അല്ലേടാ മനു? അങ്ങനെ പൂരം നടത്താനായിട്ട് ഇഷ്ടമുള്ള രണ്ട് പേരേ ഉള്ളൂ, എൻ്റെ അമ്മ പിന്നെ വൈജാൻറ്റി. ബാക്കി ആർക്കും ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല അലീന ഈ വീട് വിട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അലീന അങ്ങോട്ടേക്ക് പോയി ബാലേന്ദ്രനെ നോക്കുവാണ്. പാവം, നാളെ ഇവിടുന്ന് പോകുക, സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് പോകുക എന്നുള്ള കാര്യങ്ങളൊന്നും അവൾക്ക് അറിയത്തില്ലല്ലോ. അതിനെക്കുറിച്ച് ബാലേന്ദ്രനോട്ട് പറഞ്ഞതും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബബിതയുടെ ഫോണിലേക്ക് വൈജ വിളിക്കണം. അപ്പോൾ ബബിത കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴാണ് വിളിക്കുന്നത്. കോള് വിളിച്ച ഉടനെ വൈജ ചോദിച്ചു, എന്താടി നിനക്ക് ഫോൺ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ? എത്ര സമയം നിന്നെ കിടന്ന് വിളിക്കണം, വിളിച്ചാലോട്ട് കോൾ എടുക്കത്തുമില്ല. അതെങ്ങനെയാ, ഇങ്ങോട്ട് വിളിക്കുമോ? അതുമില്ല, വിളിച്ചിട്ടുണ്ടെങ്കിലോ ഭയങ്കര ഇതാണ്. എന്താടി അവിടെ ഇതിന് മാത്രം ഇരിക്കുന്നത്? അപ്പോഴേക്കും ഭവിത പറഞ്ഞു, അമ്മ വിളിക്കുന്ന കുറ്റവും കുറവും നുണയും പറയാനായിട്ടല്ലേ, വെറുതെ എന്തിനാ? എനിക്കത് കേൾക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അലീന ചേച്ചിയുടെ കുറ്റവും കുറവും പറയും. അതേടി, പറയുക തന്നെ ചെയ്യും. എന്താണെങ്കിലും ആ ഒരുമ്പെട്ടോള് പോവുകയാണല്ലോ. അതെ, അലീന ചേച്ചി പോവുക, അമ്മയ്ക്കിപ്പോൾ സന്തോഷമായി കാണുമല്ലോ. അതേടി, എനിക്ക് സന്തോഷമായി, എനിക്ക് ഇരട്ടി സന്തോഷമായെന്ന് പറഞ്ഞു. അവള് കാരണമാണ് ആ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എൻ്റെ അമ്മയ്ക്ക് നാണമില്ലേ ഇങ്ങനെ പറയാനായിട്ട്? എടി, ഞാൻ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ അച്ഛന് ഭയങ്കര സന്തോഷം ആണോ അതോ സങ്കടമാണോ അവള് പോകുന്നോണ്ട്? കരയുമായിരിക്കുമല്ലേ? രമേ ഒരുമാതിരി വർത്താനം പറഞ്ഞുണ്ടല്ലോ. അമ്മ അത്രമാത്രം സന്തോഷിക്കൊന്നും വേണ്ട. അമ്മ കാരണം അലീന ചേച്ചി വീട്ടിൽ നിന്ന് പോന്നേ. അതേടി, ഞാൻ കാരണം തന്നെയാന്ന് കൂട്ടിക്കോ. അവളെ അവിടെ വാഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അല്ലേലും അമ്മയ്ക്ക് പണ്ട് തൊട്ട് ഇങ്ങനെയാണല്ലോ, മറ്റുള്ളവരുടെ സന്തോഷം അമ്മയ്ക്ക് ഇഷ്ടമില്ലല്ലോ. അവിടെ എന്തേലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാണ്ട് നോക്കും. അമ്മയ്ക്ക് നാണമില്ല അമ്മ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. അമ്മയെ ഞങ്ങളാരും വിളിക്കാത്തതിന് മെയിൻ കാരണം ഇതാ. വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു നല്ല വാക്ക് അമ്മയുടെ വായിന്ന് വീഴില്ല. അതേടി, ഞാൻ നല്ല വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. എന്ത് ചെയ്യാനാന്ന് പറ, ഞങ്ങളുടെയൊക്കെ വിധി അല്ലാതെന്താ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജ പറഞ്ഞു, നീ കൂടുതലൊന്നും കിടന്ന് പറയണ്ടേ. എനിക്കറിയാം, നിനക്കൊക്കെ അവള് വലിയ പുണ്യാളത്തിയായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബബിത പറഞ്ഞു, അമ്മേ ഇത് പറയാനാ ഫോൺ വിളിച്ചെങ്കിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല കേൾക്കാനായിട്ട്. പറഞ്ഞ മനസ്സിലായല്ലോ. അമ്മയുടെ ആഗ്രഹം പോലെ എന്താണെങ്കിലും അലീന ചേച്ചി ഇവിടുന്ന് പോവും. എടി, പോണമല്ലോ. അതിന് വേണ്ടിയിട്ടാണല്ലോ അവളോട് ഞാൻ പോകാൻ പറഞ്ഞേ. ഉള്ള സ്വസ്ഥതയും സമാധാനം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ആ വീട്ടിലേക്ക് വന്നേ. അതെ, അമ്മ തന്നെ സ്വസ്ഥത സമാധാനം നശിപ്പിച്ചേ. അമ്മ കുറെ കാലം മുമ്പ് എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും ഉള്ള സ്വസ്ഥത സമാധാനം കളയുന്ന കാര്യങ്ങളൊക്കെ. എന്താടി നീ പറഞ്ഞേ? പെട്ടെന്ന് വൈജയന്തി ഒന്ന് ഞെട്ടി. അമ്മ വെച്ചിട്ട് പോകാൻ നോക്കിയേ, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് പെട്ടെന്ന് കൂടെ കോള് കട്ട് ചെയ്തു. വൈജിക്ക് ടെൻഷനായി. എന്തായിരിക്കും അവള് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നൊരു ചിന്ത വൈജിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞ് ആകപ്പാടെ ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിൽ ബബിത ഇരിക്കുവാണ്. അപ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് വന്നു. അലീന വന്നിട്ട് എന്ത് പറ്റി, ഭയങ്കര ദേഷ്യമാണല്ലോ. ഉള്ള ചായയൊക്കെ ബബിതയ്ക്ക് കൊടുത്തു. ഇത് കുടിക്കാൻ പറഞ്ഞു. ദേഷ്യമൊക്കെ അങ്ങോട്ട് പോട്ടെ. അല്ല ചേച്ചി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അല്ല, ആരോടാ ദേഷ്യപ്പെട്ടെ? അമ്മയോടും ആരോടാ? എന്തിനിപ്പോൾ അമ്മയോട് ദേഷ്യപ്പെട്ടെ? അമ്മ ഫോൺ വിളിച്ച് ഓരോന്ന് പറയും, എനിക്കത് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു. സാരമില്ല, പോട്ടെ. അമ്മയോടും അച്ഛനോടും നമ്മൾ ഒരു കാരണവശാലും ദേഷ്യപ്പെടാൻ പാടില്ല. അവരെന്തൊക്കെ പറഞ്ഞാലും നമ്മളതൊക്കെ അനുസരിക്കണം. ചേച്ചി, അമ്മയുടെ സ്വഭാവം എനിക്ക് പിടിക്കില്ല എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല. അറിയാലോ, നമ്മളെ ഈ വായം കൊണ്ട് സംസാരിക്കുന്ന അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നുള്ള കാര്യം ഓർമ്മ വേണം.
കൈ നഖം ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ മുറിവേൽപ്പിക്കുന്നേക്കാളും കൂടുതൽ വേദനിക്കുന്ന എപ്പോഴാണെന്നറിയാവോ? നമ്മുടെ നാവ് ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുമ്പോഴായിരിക്കും. അതുകൊണ്ട് വേണ്ട, വെറുതെ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. എൻ്റെ മോള് തൻ്റെ ഏടിയാന്ന് എല്ലാവരും പറയൂന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിലും അതിവിടെ പറയാറുണ്ട്. കൃഷ്ണ എപ്പോഴും പറയും ഞാൻ തൻ്റെ ഏടിയാന്ന്. അങ്ങനെ പറയുവോ? എന്നാ അവളോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. കൃഷ്ണയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴേക്കും അലീനയോട് ബബിത പറഞ്ഞു വേണ്ട, ഇനി അവളെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും ചോദിച്ചിട്ട് തന്നെ കാര്യം. അപ്പോഴേക്കും രോഹിത്ത് വന്നു. എന്താ അലീന ചേച്ചി, എന്താ വിളിച്ചെന്ന് ചോദിച്ചു. അതെ, അലീന ചേച്ചി കൃഷ്ണയെ വിളിച്ചെന്ന് പറഞ്ഞു. കൃഷ്ണയ്ക്ക് പറഞ്ഞു ഞാൻ വന്നില്ലേ ചേച്ചി, കാര്യം എന്താ വെച്ചാൽ പറ. അത് പിന്നെ കൃഷ്ണമോള് പറഞ്ഞു ബബിത ഭയങ്കര തൻ്റെടിയാന്ന്, അതൊന്ന് ചോദിക്കണമെന്ന് കരുതി. ഓ അതാണ് ആ കാര്യം. അതിനിപ്പോൾ കൃഷ്ണയെ വിളിക്കേണ്ട കാര്യമില്ല, ഞാൻ പറയാലോ. ഇവള് തൻ്റെടിയാന്നുള്ള കാര്യം മുമ്പ് തന്നെ എനിക്കറിയാവുന്ന, മുഖത്ത് എഴുതി വെച്ചിരിക്കുമല്ലേ. രോഹിത്തേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ബബിത പിന്നാലെ ഓടുവാണ്. ഒരു പില്ലോ എടുത്തോണ്ട് പോയി രോഹിത്തിനെ എറിയുവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് അടി കൂടുവാണ്. അലീനയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോൾ അലീന കിടക്കാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേനും കഥയെ വന്ന് മുട്ടുന്ന കേട്ടു. പോയി നോക്കി കഴിഞ്ഞപ്പോൾ കൃഷ്ണമോള, എന്താ മോളെ നീ ഉറങ്ങിയില്ലേ? എനിക്ക് ഉറക്കം വരുന്നില്ല അലീന ചേച്ചി. അതെന്താ? എന്തോ എനിക്ക് ഭയങ്കര വിഷമം തോന്നുക. നാളെ അലീന ചേച്ചി ഇവിടുന്ന് പോകുമല്ലേ? അത് സാരമില്ലാന്നേ, ഞാൻ പോയിട്ട് ഇടയ്ക്ക് വരാം നിങ്ങളെ കാണാനായിട്ട്. എന്നാലും ചേച്ചി ഇവിടെ നിന്നാൽ മതിയായിരുന്നു. ചേച്ചി ഇവിടെ നിൽക്കേണ്ടവളല്ലേ, പിന്നെ എന്തിനാ ചേച്ചി പോണേ? അത് പിന്നെ ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഇങ്ങോട്ടേക്ക് വരത്തില്ലല്ലോ. അതെ, ചേച്ചി ഇവിടുന്ന് പോയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാവും ഓർത്താണ് ചേച്ചി ഇരിക്കുന്നത്. അച്ഛന് പഴയതുപടി തന്നെ ആകുമെന്ന് ഓർത്താണ്? ഒരിക്കലും ഇല്ല. അച്ഛൻ്റെ സ്വഭാവത്തിൽ തന്നെ നല്ല മാറ്റമാണ്. അച്ഛൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇനി അലീന ചേച്ചി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ശരിക്കും പഠിക്കാൻ പോകുന്നുള്ളൂ, പ്രശ്നങ്ങളൊന്നും തീരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അലീനയ്ക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പം എന്താണെങ്കിലും ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.